കായിക പ്രേമികൾക്കും യുവാക്കൾക്കും ആവേശം പകർന്ന് ചുള്ളി മിനി സ്റ്റേഡിയം നവീകരിച്ചു. റോജി എം ജോൺ MLAയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ മുടക്കിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ശുചിമുറി, വിശ്രമ സങ്കേതം, സംരക്ഷണ വേലി എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ചുള്ളിയിലെ യുവാക്കളുടെയും കായിക പ്രേമികളുടെയും ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമം. അവരുടെ ചിരകാല സ്വപ്നമായ ചുള്ളി മിനി സ്റ്റേഡിയം നവീകരിച്ചു. MLA വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ മുടക്കിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. നവീകരിച്ച മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം റോജി എം ജോൺ MLA നിർവഹിച്ചു. ചുള്ളി ഗ്രൗണ്ട് വളരെ നാളുകളായി ഇവിടുത്തെ കളിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഗ്രൗണ്ടിന് ചുറ്റും ഈ ബോൾ പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചുറ്റും അത് ഒരു നെറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലൊരു ഏരിയ ഉണ്ട്. അത് MLA ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ അത് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം അവർക്ക് ഒരു റൂമും അവിടെ ആവശ്യപ്പെട്ടു. ആ റൂമും ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നാം ഘട്ടമാണ്. ഇനി ഗ്രൗണ്ടിൻ്റെ തുടർന്നും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. നമ്മുടെ നാട്ടിലൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് സ്പോർട്സ് ഫെസിലിറ്റീസ് മാക്സിമം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ്. അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി തളിയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അൽഫോൻസ ഡേവിസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM വർഗീസ്, ബ്ലോക്ക് മെമ്പർ ജയ ഫ്രാൻസിസ്, വാർഡ് മെമ്പർമാരായ ദിവ്യ സിജു, ബിജു കാവുങ്ങ, അനൂപ് അഗസ്റ്റ്യൻ. ഈ പദ്ധതിക്ക് വേണ്ടി നാട്ടുകാർക്കൊപ്പം ഏറെ പ്രയത്നിച്ച മുൻ മെമ്പർ വർഗീസ് മാണിക്കത്താൻ, ലൈജു ഈരാളി, ട്രീസ പോളച്ചൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KO വർഗീസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പോൾ എന്നിവർ സംസാരിച്ചു. നാടിൻ്റെ യുവാക്കളുടെ സ്വപ്ന സാക്ഷാത്കാരമായിട്ടുള്ള നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ചുള്ളി മിനി സ്റ്റേഡിയം അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്കാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ നാടിൻ്റെ മക്കൾക്ക് സാധാരണ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് നല്ലൊരു മാറ്റം കുട്ടികൾക്ക് ഔട്ട്ഡോർ ഗെയിമായ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഇവിടെ സാധിക്കുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അപ്പോൾ തുടർന്നും ഇതുപോലെ MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് നടത്തിയ ഈ ഗ്രില്ല് വർക്കായാലും അതിനോടനുബന്ധിച്ചിട്ടുള്ള റൂം കാര്യങ്ങളെല്ലാം എല്ലാ ഫെസിലിറ്റികളും ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ചുള്ളി ഗ്രാമത്തിലെ യുവാക്കളുടെ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇവിടെ യുവാക്കൾക്ക് ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ കളിക്കാൻ ഒരു കളി ഇടമില്ല. അത് ഈ പഞ്ചായത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. അതിനുവേണ്ടി പല സ്ഥലത്തും നമ്മൾ സ്ഥലങ്ങൾ അന്വേഷിക്കുകയും അത് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ നിലവിലുള്ള ഗ്രൗണ്ടിൽ കുട്ടികൾക്ക് കളിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് MLAയുടെ അടുത്ത് കൂട്ടമായിട്ട്, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് MLAയുടെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. MLA അതിന് താല്പര്യമെടുത്തു. അതിന് നമുക്ക് 25 ലക്ഷം രൂപ അനുവദിച്ചു. അതുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നടത്തിയത്. കാരണം കളിക്കാൻ പറ്റുന്നവർക്ക് ഒരു വിശ്രമ റൂം വേണം, ഇതിനൊരു അടച്ചുറപ്പ് വേണം. പന്ത് കളിക്കുമ്പോൾ മറ്റ് പരിസര വീടുകളിലേക്കൊക്കെ ചെല്ലുന്ന പരാതികൾക്ക് ഒരു പരിഹാരമാകുന്നു. അപ്പോൾ അതിന് ഗേറ്റ് വെച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും മെഷ് ചെയ്ത് പന്തുകൾ പുറത്തു പോകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുത്ത അതിന് ഒത്തിരി യുവാക്കളുണ്ട്, നേതൃത്വം കൊടുത്തവരുണ്ട്. അതിന് ഫണ്ട് അനുവദിച്ച MLA, നമ്മുടെ ഗ്രാമപഞ്ചായത്തും അത് നടപടിക്രമങ്ങൾക്ക് വേണ്ടി കൂടെ നിന്നു. അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ മുൻ മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്കും കഴിഞ്ഞാൽ ഏറിയ സന്തോഷമുണ്ട്. ശുചിമുറി സൗകര്യം, വിശ്രമ സങ്കേതം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിനു ചുറ്റും സംരക്ഷണ വേലിയുമുണ്ട്. പന്തു പുറത്തു പോകാതിരിക്കാൻ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നെറ്റ് സംവിധാനമാണിത്. അയ്യമ്പുഴ പഞ്ചായത്തിലെ 13ാം വാർഡിലാണ് ഈ സ്റ്റേഡിയം. 50 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ സ്റ്റേഡിയം പ്രദേശത്തെ കായിക താരങ്ങൾക്ക് വലിയ ഊർജമാകുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ചുള്ളി ഗ്രൗണ്ട് ഇന്ന് യാഥാർത്ഥ്യമാക്കിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ മക്കൾക്കും മറ്റുള്ള എല്ലാവർക്കും കളിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിന് മുൻകൈയെടുത്ത അങ്കമാലിയുടെ പ്രിയങ്കരനായ MLAക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. അതായത് 2013-14 കാലഘട്ടം ഇവിടെ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കെ ഈ പ്രദേശത്ത് അങ്ങനെ ഇവിടുത്തെ യുവാക്കളൊക്കെ കൂടണം എന്ന് പറഞ്ഞ് കൂടി. അവരുടെ ആവശ്യം ഇതായിരുന്നു, ഈ പ്രദേശത്ത് യുവാക്കൾക്ക് സംഘടിക്കാനും കളിക്കാനും അവർക്ക് ചിരിക്കാനും ഒത്തുകൂടാനുള്ള സ്ഥലം, ഇതിപ്പോൾ ഒരു മുട്ടക്കുന്നായി പഞ്ചായത്ത് സ്ഥലം കിടക്കുന്നു, ഇത് എത്രയും പെട്ടെന്ന് ഇതൊരു ഗ്രൗണ്ടാക്കി മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് യുവാക്കൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ട് വന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് അജണ്ടയായി കയറ്റി
അത് അംഗീകാരം വാങ്ങി. വലിയ ഫണ്ട് അന്ന് വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയൊരു ഫണ്ട് അന്നത്തെ പദ്ധതി വിഹിതത്തിൽ നിന്ന് മാറ്റിവെച്ച് അത് ഈ വാർഡിന് ലഭിച്ച ആ ഫണ്ടിൽ നിന്ന് തന്നെ ഒരു നിശ്ചിത ഫണ്ട് വെച്ച് അന്ന് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി ഇന്ന് ഈ നിലയിൽ എത്തിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. MLAന് വളരെ താല്പര്യത്തോടെ ജനങ്ങളുടെ കൂടുതൽ ആവശ്യം അത് അംഗീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ യുവാക്കൾക്ക് ഒരു ആവേശവും ഒരു ആവശ്യവുമായി മാറ്റിയതിൽ വളരെ സന്തോഷം. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.